ബംഗളൂരുവിൽ കനത്ത മഴയ്ക്കിടെ ആശുപത്രിയുടെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണുണ്ടായ അപകടത്തിന്റെ ഞെട്ടലിലാണ് മലയാളികൾ. അപകടത്തിൽ മരിച്ച 2 മലയാളികളുടെയും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. എറണാകുളത്തെ രാമമംഗലം സ്വദേശികളായ ലതയും സ്മിതയുമാണ് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ മരിച്ചത്. പരിക്കേറ്റ 3 മലയാളികൾ ഉൾപ്പെടെയുള്ളവരുടെ നില മെച്ചപ്പെട്ടുവെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. സജു ചാമക്കാലിൽ ബംഗളൂരിലെ സംഭവ സ്ഥലത്തു നിന്ന് ചേരും. അതുപോലെ മരിച്ച ലതയുടെ വീട്ടിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആദ്യം സജു ചാമക്കാലയിൽ. പറയൂ സജു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ് ഈ വാർത്തയുടെ? വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ അപകടമുണ്ടായ സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ശിവാജി മാർക്കറ്റിനടുത്തുള്ള അടൽ ബിഹാരി വാജ്പേയി മെഡിക്കൽ കോളേജിന്റെ മതിലാണ് ഇന്നലെ വൈകിട്ട് 5 മണിയോടുകൂടി ഇടിഞ്ഞു വീഴുന്നത്. അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ ഉണ്ടായത്. നമുക്കറിയാം, ഈ മതിലിന്റെ ഒരു സ്ഥിതി നോക്കിയാൽ ഏകദേശം 10 അടി പൊക്കമുള്ള ഒരു മതിലാണ്. ഇതിന്റെ ഒരു 10 മീറ്ററോളമാണ് ഇന്നലെ ഇടിഞ്ഞു വീണത്. അതായത് ഇത് നമ്മുടെ ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കുള്ള മാർക്കറ്റുകളൊന്നായ കൊമേഴ്സ്യൽ സ്ട്രീറ്റിലേക്കുള്ള റോഡാണ്. അപ്പോൾ ഈ റോഡിന്റെ ഈ സൈഡിൽ ഈ മതിലിനോട് ചേർന്നാണ് ധാരാളമായിട്ടുള്ള കച്ചവടക്കാർ സാധനങ്ങൾ വിറ്റിരുന്നത്. അവർ ഇന്നലെ വിറ്റിരുന്ന സാധനം, പ്രത്യേകിച്ച് ഈ ബാഗുകൾ, പേഴ്സുകൾ അടക്കമുള്ള സാധനങ്ങൾ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ, അതായത് ഈ പാറക്കഷ്ണങ്ങൾക്കിടയിൽ ഇപ്പോഴും കിടക്കുകയാണ്. അതിഭീകരമായിട്ടുള്ള ഒരു അപകടമാണ് ഇന്നലെ ഉണ്ടായത്. അതായത് മലയാളികളടക്കം 7 പേരുടെ മരണമാണ് ഇന്നലെ റിപ്പോർട്ട് ചെയ്തതിൽ. ഇപ്പോഴും 7 പേർ ഇപ്പോഴും ആശുപത്രിയിലാണ്. അവരൊക്കെയും അപകടനില തരണം ചെയ്തതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 3 മലയാളികൾ, അതായത് 51 വയസ്സുള്ള പ്രീതി, 45 വയസ്സുള്ള സിജി, 51 വയസ്സുള്ള മായ ഉൾപ്പെടെ 3 മലയാളികൾ ഉൾപ്പെടെ 7 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ഇന്നലെ വൈകിട്ട് ഏകദേശം 5:00 കൂടിയാണ് ഇവിടെ ഈ ഒരു അപകടം ഉണ്ടായത്. 5 മണിയോട് കൂടിയാണ് അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നു. ഈ മഴ സമയത്ത് ശിവാജി മാർക്കറ്റിൽ നിന്നും പർച്ചേസ് കഴിഞ്ഞ് വന്ന മലയാളികൾ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ഈ റോഡിനോട്, ഈ ആശുപത്രിയുടെ റോഡിനോട് ചേർന്നുള്ള മതിലാണ് ഇടിഞ്ഞു വീണത്. നമുക്കറിയാം, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഈ മതിലിനോട് ചേർന്ന് ഒരു ടെന്നീസ് പ്രാക്ടീസ് കോർട്ട് ഇവിടെ ഇപ്പോൾ സെറ്റ് ചെയ്തിരുന്നു. ഇത് സെറ്റ് ചെയ്തതിന്റെ ഭാഗമായി കുറച്ച് മണ്ണ് ഈ മതിലിനോട് ചേർന്ന് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഇന്നലത്തെ മഴയോടുകൂടി ഇപ്പോൾ ഒലിച്ചു പോയിരിക്കുകയാണ്. ആ മണ്ണ് ഇവിടെ വന്നതാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് ഇടയാക്കിയതെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരടക്കം നമ്മളോട് ഇന്നലെ തന്നെ വ്യക്തമാക്കിയത്. ആ മണ്ണ്, അതായത് പുതിയ മണ്ണ് അവിടേക്ക് വന്നത് മൂലം മഴ പെയ്ത് ഈ മണ്ണിനകത്ത് ഈർപ്പം പിടിച്ച് അങ്ങനെ അതിന്റെ വെയിറ്റ് കൊണ്ടാണ്, അതിന്റെ ഭാരം കൊണ്ടാണ് ഈ മതിൽ മറിഞ്ഞ് ഈ ഭാഗത്തേക്ക് വീണത് എന്നുള്ള വിവരമാണ് ഇന്നലെ നമുക്ക് വ്യക്തമായത്. എന്തായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതുകൊണ്ട് ഇന്നലെ തന്നെ സർക്കാർ ഉന്നതതല അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയൊക്കെ നടക്കും. നമുക്കറിയാം, ഒരു 10 മീറ്ററോളമാണ് ഈ മതിൽ മറിഞ്ഞു വീഴുന്നത്. അതിഭീകരമായിട്ടുള്ളൊരു അപകടമാണ്. അതായത് അസം, ഒപ്പം തന്നെ കർണാടക, ഉത്തർപ്രദേശ് അടക്കമുള്ള സ്ഥലങ്ങളിലെ സ്വദേശികളാണ് ഈ അപകടത്തിൽ മരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇത് വളരെ വലിയ കാലപ്പഴക്കമുള്ള ഒരു മതിലാണ്. ഏകദേശം 15 വർഷത്തിലധികം കാലപ്പഴക്കമുള്ള ഒരു മതിലാണ്. ഈ അടൽ ബിഹാരി വാജ്പേയി ആശുപത്രിയുടെ മോർച്ചറിയോട് ചേർന്നുള്ള ഒരു മതിലാണ്. വലിയ തിരക്കുള്ള ഒരു സ്ഥലമാണിത്. പ്രത്യേകിച്ച് ഈ ശിവാജി നഗർ മാർക്കറ്റിലേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡായതുകൊണ്ട് തന്നെ നിരവധി ആൾക്കാരാണ് ഇന്നലെ ഈ സ്ഥലത്തുണ്ടായിരുന്നത്. ഈ രക്ഷാപ്രവർത്തന സമയത്തൊക്കെ മലയാളികളടക്കമുള്ളവർ ഇവിടെ ഉണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മലയാളികളടക്കമുള്ളവരുടെ മരണം സ്ഥിരീകരിച്ചു എന്ന് തന്നെയാണ്. നമുക്കറിയാം, ഈ വലിയ പാറക്കഷ്ണങ്ങളോടൊപ്പം തന്നെ സിമന്റ് കട്ടകളൊക്കെയാണ് ഇവരുടെ ദേഹത്തേക്ക് വീണത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ രാവിലെ തന്നെ എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ സംഭവ സ്ഥലത്ത് 7 പേർ മരിക്കുന്നതിടമായിട്ടുള്ള, അല്ലെങ്കിൽ 7 പേർ മരിച്ച ഈ സ്ഥലത്ത് നിന്ന് ഇന്നലെ ഒരു കുഞ്ഞിന്റെ മൃതദേഹം അടക്കം ഇന്നലെ പുറത്തെടുത്ത ഒരു മലയാളി ഇന്നലെ നമ്മോട് സംസാരിച്ചത്. അതിഭീകരമായിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഉടൻ തന്നെ രക്ഷാപ്രവർത്തകർ ഓടിയെത്തി ഈ സംഭവത്തിൽ നിന്ന്, അതായത് ഇതിനിടയിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ആരുടെയും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. 7 പേരുടെയും മരണം ഇന്നലെ ഈ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ച് മലയാളികൾ ഉൾപ്പെടെ 3 പേരുടെ നില ഇപ്പോൾ മെച്ചപ്പെട്ടു എന്നുള്ളതാണ്. അവരുടെ ദേഹത്തോടൊപ്പം തന്നെ അവരുടെ ശരീരഭാഗങ്ങളും വലിയ പാറക്കഷ്ണങ്ങളൊക്കെ വീണാണ് അപകടം പറ്റിയത്. അവർ ഇന്നലെ രാത്രി നമ്മൾ ആശുപത്രിയെ ബന്ധപ്പെട്ടപ്പോൾ അവരുടെ നില അല്പം ഗുരുതരമാണെന്നാണ് ആശുപത്രിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇന്നിപ്പോൾ അവർ അപകടനില തരണം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവർ 3 പേരും എറണാകുളം സ്വദേശികളാണ്. 51 വയസ്സുള്ള പ്രീതി, 45 വയസ്സുള്ള സിജി, 51 വയസ്സുള്ള മായ ഉൾപ്പെടെ 7 പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇന്നലെ മരിച്ച 2 പേരുടെ മൃതദേഹങ്ങൾ ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിരുന്നു. ഇന്ന് ഉച്ചയോടുകൂടി 12 മണിയോടുകൂടി നാട്ടിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ലത, സ്മിത എന്നീ 2 പേരാണ് മരിച്ചത്. ഇവർ എറണാകുളം സ്വദേശികളാണ്. ഇവർ, അതായത് ഈ ശിവാജി മാർക്കറ്റ്, നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ നേരെ മുൻവശത്തെ ശിവാജി മാർക്കറ്റിൽ നിന്നും അവർ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, അതായത് ഇന്നലെ അതായത് അവർ ഇവിടെ ബാംഗ്ലൂരിലേക്ക് വിനോദയാത്രയ്ക്ക് വേണ്ടി എത്തിയതാണ്. വിനോദയാത്ര കഴിഞ്ഞ് അവർ
പർച്ചേസ് കഴിഞ്ഞ് ഇതുവഴി മുൻപോട്ടേക്ക് വരുന്ന സമയത്തായിരുന്നു വലിയൊരു മഴ പെയ്തിരുന്നത്. ഈ മഴ സമയത്ത് ഇവിടെ ഒരു വലിയ ടാർപോളിൻ വലിച്ചു കെട്ടിയിരുന്നു. ഈ ടാർപോളിന് കീഴിലേക്ക് അഭയം തേടിയവരാണ് ഇത്ര വലിയൊരു അപകടത്തിന് ഇരയായത്. എന്തായാലും അപകട സ്ഥലം ഇന്നലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സന്ദർശിച്ചിരുന്നു. ആശുപത്രിയിലൊക്കെയും എത്തി ഈ അപകടത്തിൽ പരിക്കേറ്റവരൊക്കെയും സന്ദർശിച്ചിരുന്നു. ഉന്നതതല അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടിരുന്നു. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപയും സർക്കാർ ഇന്നലെ ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇന്നിപ്പോൾ കൊമേഴ്സ്യൽ സ്ട്രീറ്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ഇന്നലെ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചെങ്കിലും അപകടത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് ബന്ധുക്കളടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്ര വലിയ കാലപ്പഴക്കമുള്ള അല്ലെങ്കിൽ ഇത്ര വലിയൊരു ആശുപത്രിയുടെ മതിലിനോട് ചേർന്ന് ഇത്രയും മണ്ണ് എന്തിനു കൂട്ടിയിട്ടു എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം. അതിൽ കുറ്റക്കാർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടി വേണമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കളടക്കം സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. എസ് കെ ഓക്കെ, സജു ചാമക്കാലയിലാണ് ബംഗളൂരിലെ സംഭവ സ്ഥലത്ത് നിന്നും തത്സമയം ചേർന്നത്. എന്തായാലും അപകടത്തിൽപ്പെട്ട മറ്റ് ആളുകളുടെ നില മെച്ചപ്പെട്ടു എന്നറിയുന്നത് ആശ്വാസകരമായ വാർത്തയാണ്. ഇപ്പോൾ മരിച്ച രാമമംഗലം സ്വദേശി ലതയുടെ വീട്ടിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടി ചേരുകയാണ്. വിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്തായാലും വല്ലാത്ത സങ്കടകരമായൊരു സാഹചര്യമായി പോയി. 2 മലയാളികൾ അവിടെ അപകടത്തിൽ മരിച്ചു എന്നുള്ളത്. പറയൂ വിഷ്ണു, അവിടുത്തെ അവസ്ഥ എന്താണ്? സ്കാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സങ്കടത്തിലാണ് ഈ കുടുംബം. കാരണം ഇന്നലെ വലിയ സന്തോഷത്തോടു കൂടിയാണ് ലതയും സ്മിതയും ഇവിടെ നിന്നുള്ള 5 അംഗ സംഘം വിമാനത്തിൽ ആദ്യമായി കയറി അവർ ബാംഗ്ലൂരിൽ പോയി അതിനുശേഷം മൈസൂർ കറങ്ങി തിരിച്ചു വരാം എന്ന പ്രതീക്ഷയിലാണ് പോയത്. വലിയ സന്തോഷത്തോടു കൂടി ആരംഭിച്ചൊരു യാത്രയാണത് അങ്ങേയറ്റം ദുരന്തത്തിലേക്ക് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പോൾ ഉള്ളത് ലതയുടെ വീട്ടിലാണ്. ലത വിവാഹിതയാണ്, സഹോദരനൊപ്പമാണ് താമസം. ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ലത താമസിക്കുന്ന വീട്. ഇന്നലെ തന്നെ രാഷ്ട്രീയ നേതാക്കളും അതോടൊപ്പം തന്നെ സമീപ പ്രദേശത്തെ ആളുകളൊക്കെ എത്തിയിരുന്നു. രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇടപെട്ടിട്ട് മൃതദേഹം ഇന്ന് രാവിലെ എത്തിക്കാനുള്ള നടപടികളും പൂർത്തിയാക്കി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു 12 മണിയോടുകൂടി മൃതദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അവർക്കൊപ്പമുള്ള കോർഡിനേറ്ററുമായി സംസാരിക്കുമ്പോൾ അങ്ങനെയാണ്. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലും മഴയുണ്ട്. ആ ഒരു പ്രതിസന്ധി മാത്രമാണുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എത്തിക്കാനാകും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അനൂപ് ജേക്കബ് MLA അടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തും. ഇവിടെ ഒരു അമൃതം ഈ പൊടി നിർമ്മിക്കുന്ന ഒരു കുടുംബശ്രീ മിഷൻ്റെ ഒരു കേന്ദ്രമുണ്ട്. അവിടെയാണ് ഈ ലതയും സ്മിതയും ഒക്കെ ജോലി ചെയ്തിരുന്നത്. അവിടെയായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഈ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ വലിയ ആക്റ്റീവായിരുന്നു. എല്ലാവരുമായി വലിയ ബന്ധമൊക്കെ പുലർത്തിയിരുന്ന ആളുകളാണ്. അങ്ങനെയാണ് ഇത്തരത്തിലൊരു പദ്ധതി. ജില്ലയിൽ നിന്ന് ആകമാനം 56 പേരാണ് ഈ യാത്രയ്ക്ക് വേണ്ടി തയ്യാറെടുത്ത് ഈ യാത്രയുടെ ഭാഗമായി പോയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ സന്തോഷം പങ്കുവെക്കുക എന്ന ലക്ഷ്യത്തിലാണ് അവർ പോയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലതയുടെ സഹോദരൻ നമുക്ക് ഒപ്പം ഉണ്ട്. ലതയുടെ സഹോദരൻ ഒപ്പമാണ് ലത കഴിഞ്ഞ കുറേ നാളുകളായി താമസിച്ചിരുന്നത്. ചേട്ടാ, എന്തെങ്കിലും വിവരങ്ങൾ പുതിയതായി ലഭ്യമായിട്ടുണ്ട്? എപ്പോൾ വരും, കൊണ്ടുവരും? 12 മണിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. 12 മണിക്ക് ബോഡി എത്തുമെന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. ഇന്നലെ എപ്പോഴാണ് ഫോൺ വിളിച്ചിരുന്നോ? ഇന്നലെ ഇതിനു മുമ്പ്? ഇന്നലെ എനിക്കൊരു 5:30 ഇൻസിഡൻറ്റ് നടന്നു. ഒരു 9 മണിയോട് തന്നെ എന്നെ വിളിച്ചു. ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ടുണ്ട്, ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു. ഫർദറായിട്ട് 10 മണിക്കാണ് എനിക്ക് ന്യൂസ് കിട്ടിയത്. എത്ര മണിയോടുകൂടിയാണ് ഇവിടുന്ന് പോയത്? വലിയ സന്തോഷത്തിൽ ഒരു 5 മണിയോടുകൂടി. 5 മണിക്ക് പോയി. അവർ 9 മണിക്കാണ് ഫ്ലൈറ്റ്. 5 മണിക്ക് ഇവിടുന്ന് പോയി. ഭയങ്കര കൂട്ടുകാരായിരുന്നു തോന്നുന്നില്ല രണ്ടുപേരും? 6 പേരും ഭയങ്കര കമ്പനിയാണ്. അതുകൊണ്ട് അത് പിന്നെ അല്ല, എറണാകുളം ജില്ലാ മിഷൻ്റെ ഒരു പ്രോഗ്രാം ആയതുകൊണ്ടാണ് ഇവർ അങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. ബാക്കി MLA അങ്ങനെ ആരെങ്കിലുമൊക്കെ ബന്ധപ്പെട്ടിരുന്നു? MLA ബന്ധപ്പെട്ടാണ്, എല്ലാവരും ബന്ധപ്പെട്ടാണ്. KC വേണുഗോപാലും മറ്റേ VD സതീശൻ എല്ലാവരും അവരുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് മാക്സിമം നൈറ്റ് തന്നെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞെന്നാണ് പറയുന്നത്. ഓക്കെ, ചേച്ചി കുറേ നാളായിട്ട് ഇവിടെ തന്നെയാണല്ലേ ചേട്ടൻ്റെ കൂടെ? ലതയുടെ സഹോദരനാണ്. സഹോദരൻ്റെ കൂടെയായിരുന്നു ലത ഉണ്ടായിരുന്നത്, താമസിച്ചിരുന്നത്. കുറേ പ്രതിസന്ധികളൊക്കെ അതിജീവിച്ച് ജീവിതത്തിലേക്ക് മടങ്ങി വന്ന ഒരു സ്ത്രീയാണ്. അവർക്കാണ് ഇത്തരത്തിലൊരു ദാരുണമായ വലിയ സന്തോഷത്തിൽ പോയി ആരംഭിച്ചൊരു യാത്രയാണ് ഇത്തരത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു അപകടത്തിലേക്ക് പോയത്. അതിൻ്റെ നടുക്കത്തിലാണ് ഈ നാട്. കാരണം 5 പേരാണ് ഈ അപകടത്തിൽ പെട്ടത്. അതിൽ 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു. അതിൻ്റെ നടുക്കം ഈ വീട്ടുകാർക്കും അതോടൊപ്പം ഈ പ്രദേശത്തിനും ഒക്കെ ഉണ്ട്. ഒരു 12 മണിയോടുകൂടി 2 മൃതദേഹങ്ങളും ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം പൊതുദർശനത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതിൽ കൂടി ഒരു വ്യക്തത വരാനുണ്ട്. വൈകിട്ടോടുകൂടി സംസ്കാരം നടത്താം എന്ന തീരുമാനത്തിലാണ് കുടുംബാംഗങ്ങൾ ഉള്ളത്. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കർണാടകത്തിലെ ബംഗളൂരിൽ മരിച്ച ലതയുടെ വീട്ടിൽ നിന്ന് വിഷ്ണു തത്സമയം ചേർന്ന് ഈ കനത്ത മഴയിലാണ് ശിവാജി നഗർ ബൗറിംഗ് ആശുപത്രിയുടെ മതിലിടിഞ്ഞു വീണ് 7 പേർ മരിച്ചതും വിനോദയാത്രാ സംഘത്തിലെ 2 മലയാളികളും അതിൽ പെട്ടുപോയി. 7 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അവരുടെ നില മെച്ചപ്പെട്ടു വരുന്നു എന്ന ആശ്വാസകരമായ വാർത്ത ആശുപത്രി അധികൃതർ പങ്കുവയ്ക്കുന്നു.
ഈ ലതയ്ക്ക് 47 വയസ്സും മരിച്ച സ്മിതയ്ക്ക് 48 വയസ്സുമായിരുന്നു പ്രായം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.